വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ആഘാതത്തിൽ നിന്നും കേരളത്തിൻ്റെ സമൂഹ മനസ്സാക്ഷി ഇനിയും മാറിയിട്ടില്ല. ഇപ്പോഴും ആ ആഘാതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും തിരയുന്നത് വെഞ്ഞാറമൂട് സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്കാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ യൂട്യൂബിൽ തിരയുന്നതും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെക്കുറിച്ചാണ്. അഫാൻ്റെ ചിത്രങ്ങളും മരണപ്പെട്ടവരുടെ ചിത്രങ്ങളുമൊക്കെ ആളുകൾ ഇപ്പോഴും സെർച്ച് ചെയ്ത് അവർ കാണുകയാണ്. ഈ കൂട്ടക്കൊലയുടെ കാരണങ്ങൾ പലതരത്തിലും ഇപ്പോഴും വാർത്താമാധ്യമങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് ലഭിച്ച വിവരങ്ങളെല്ലാം ചേർത്ത് വച്ചാൽ 93 വയസ്സുള്ള ഒരു പാവം സ്ത്രീയുടെ മരണത്തിലേക്ക് നയിച്ച ചില സംഭവങ്ങളാണ്. അഫാൻ്റെ ഉമ്മുമ്മ എന്ന് പറയുന്ന സൽമ ബീവിയുടെ മരണം. ആ പാവം സ്ത്രീ മറ്റ് മക്കളെല്ലാം അവർക്ക് കൊടുക്കുന്ന തുകകൾ കൂട്ടിവെച്ച് അഫാന് പലവട്ടങ്ങളിലായി അവർ നൽകിയിരുന്നു. ഉമ്മുമ്മയോട് അഫാന് സ്നേഹമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പണം കിട്ടുമ്പോഴൊക്കെ സ്നേഹവും കൊടുക്കാതിരിക്കുമ്പോഴുള്ള ദേഷ്യവും അവന് ഉണ്ടായിരുന്നു. ഒടുവിൽ അവൻ അവരെ കൊല്ലാൻ എത്തുമ്പോൾ പോലും ആ പാവം സ്ത്രീ അടുക്കളയിൽ ഉച്ചയ്ക്ക് കഴിക്കുന്നതിനായി വെച്ച ചോറ് ബാക്കിയുണ്ടായിരുന്നു. ആ ചോറ് പോലും കഴിക്കാതെ അവർ ചെറുമകൻ്റെ അടിയേറ്റ് മരിക്കേണ്ടി വന്നു. സൽമ ബീവി 1 മാസം മുമ്പാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 മോതിരവും കുറേ പണവും ചെറുമകനായ അഫാന് നൽകിയത്. പക്ഷേ അവൻ്റെ നോട്ടം എപ്പോഴും മറ്റൊരു മാലയിലായിരുന്നു. സൽമ ബീവി കഴുത്തിലിട്ടിരിക്കുന്ന മാല കൂടാതെ മറ്റൊരു മാല കൂടി കൈവശം അവരിലുണ്ട് എന്ന് അഫാന് നന്നായിട്ടറിയാമായിരുന്നു. പലവട്ടം ചോദിച്ചെങ്കിലും അതിപ്പോൾ തൻ്റെ കയ്യിലില്ല, മകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് സൽമ ബീവി ഒഴിഞ്ഞു മാറിയിരുന്നു. എന്നാൽ കഴുത്തിൽ കിടക്കുന്ന മാല തന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ സൽമ ബീവി കൊച്ചുമകനോട് പറഞ്ഞത്, എൻ്റെ മയ്യത്ത് ചിലവിനുള്ള തുക ഈ മാല വിറ്റിട്ടാണ് എടുക്കാൻ, അത് ഞാൻ ഇനി നിനക്ക് തരൂല. എൻ്റെ മക്കളെ ഇനി മറ്റു പലതിനും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് പറ്റൂല. അവരെനിക്ക് താമസിക്കാൻ വീട് വെച്ച് തന്നു, അവർ ഇപ്പോഴും എനിക്ക് ചിലവിന് തരുന്നു. ഒരു പൈസ പോലും നിൻ്റെ കുടുംബത്തോ നിന്നിൽ നിന്നോ ഒന്നും ഈ ഉമ്മുമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അതിലെനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഈ മാല എൻ്റെ മയ്യത്ത് ചിലവിന് വേണ്ടിയുള്ളതാണ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അഫാന് ആ പാവം ഉമ്മുമ്മയോട് വൈരാഗ്യം തോന്നാൻ ഇത്രയൊക്കെ മതിയായിരുന്നു. പക്ഷേ ഒടുവിൽ ആശുപത്രി കിടക്കയിൽ വെച്ച് അവൻ പോലീസിനോട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. തൻ്റെ ഉമ്മ ഭയങ്കര ചെലവ് നടത്തുന്നൊരു സ്ത്രീയാണെന്നും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് ചില പരാമർശങ്ങളും ഉമ്മുമ്മയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് അഫാൻ പോലീസിനോട് ഏറ്റവും ഒടുവിലായി പറഞ്ഞത്. സ്വാഭാവികമായും തൻ്റെ മക്കളിൽ ഒരാളായ അഫാൻ്റെ ഉമ്മ അമിതമായി ചെലവിടുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ ഈ ഉമ്മുമ്മ അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിരിക്കാൻ സാധ്യത. കാരണം 65 ലക്ഷത്തോളം കടം പെരുകാൻ യഥാർത്ഥ കാരണം ഇവരുടെ അമിതമായ ചെലവിടലും മക്കളെ ലാളിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമം വിട്ട ചെലവിടലും തന്നെയായിരിക്കണം. അഫാൻ ചോദിക്കുമ്പോഴൊക്കെ ബൈക്ക് വാങ്ങിക്കൊടുക്കാനും മൊബൈൽ വാങ്ങിക്കൊടുക്കാനും മറ്റുമൊക്കെ ഈ മാതാപിതാക്കൾ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അതെല്ലാം തന്നെ ഈ കടക്കണി മൂലം നഷ്ടപ്പെടും എന്നുള്ള ഒരു ഈർഷ്യ അഫാനെ പിന്തുടരുകയും ചെയ്തിരുന്നു. തനിക്ക് ബൈക്കിനോടും
മൊബൈലിനോടുമുള്ള ആവേശം ഇല്ലാതാകാൻ പോകുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവസ്ഥ താങ്ങാൻ അഫാന് കഴിഞ്ഞിരുന്നില്ല. എല്ലാവരോടും പകയും വിദ്വേഷവും തോന്നാനുള്ള പ്രധാന കാരണം തൻ്റെ ബന്ധുക്കൾ സഹായിക്കുന്നില്ല എന്നുള്ളത് കൂടിയായിരുന്നു. ഏതു സമയവും ഉപദേശം മാത്രം ഉള്ള തൻ്റെ പിതാവിൻ്റെ സഹോദരനെയും ഈ അഫാൻ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അഫാൻ ആ വീട്ടിൽ എത്തിയതും. പെട്ടെന്ന് വന്ന ഒരു ടെലഫോൺ സന്ദേശത്തിൻ്റെ പ്രചോദനം കൊണ്ടല്ല തൻ്റെ പിതാവിൻ്റെ സഹോദരനെ അഫാൻ കൊലപ്പെടുത്തിയത്. മറിച്ച് തൻ്റെ പ്രണയത്തിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാനും നിനക്ക് പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എങ്ങനെ പോറ്റാൻ കഴിയുമെന്നുള്ള ചോദ്യവുമൊക്കെ അഫാനെ അലോസരപ്പെടുത്തിയിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഉമ്മുമ്മയെ കൊല്ലാൻ അവൻ തീരുമാനിച്ചത് ഉമ്മുമ്മയിൽ നിന്നും ആവശ്യപ്പെട്ട പണം കിട്ടാത്തതുകൊണ്ടും അവരുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല തങ്ങളുടെ പരിതാപകരമായ അവസ്ഥ പറഞ്ഞിട്ടും നൽകാത്തതിൻ്റെയും ഒരു മാല ഒളിച്ചു വച്ചതിൻ്റെയും പിന്നീട് തൻ്റെ മാതാവിനെ പരിഹസിച്ചതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ്. ഒരു ചെറുപ്പക്കാരന് ഇത്രയും വിദ്വേഷം തോന്നാൻ ഇടവരുന്നു എന്നുള്ളത് തന്നെ കേരളത്തിനെ വല്ലാതെ ഞടുക്കിയിട്ടുണ്ട്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അതിനുള്ള മാനസിക ധൈര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഏത് ചുറ്റുപാടുകളും ഏതൊരു വ്യക്തിയെയും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നയിച്ചേക്കാം എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല.